ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പേഷ്യൻ്റ് കാറ്റഗറി എന്ന് പറയുന്ന കിഡ്നി രോഗികളാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. ഓക്കെ, വെൽക്കം ഡോക്ടർ. നമ്മുടെ പെയർഡ് ഓർഗൻ ആയിട്ടുള്ള കിഡ്നിയെ പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ സാറിൻ്റെ ഈ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു ആസ് എ ഡോക്ടർ? സാറിൻ്റെ ഒരു ജേർണി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? സ്കൂള് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നു. MBBS കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ഒരു കോളിംഗ് മനസ്സിലായി. ഞാനൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിക്ക് പറ്റിയ ആളാന്ന് മനസ്സിലായി. പിന്നെ ജനറൽ മെഡിസിൻ MD ചെയ്തു. പിന്നെ അതിനുശേഷമുള്ള ഡിഗ്രികളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഫൈനലി ഞാൻ കിഡ്നി ഡിസീസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. അങ്ങനെ ഞാനൊരു നെഫ്രോളജിസ്റ്റ് ആണ്. ഞാൻ എരഞ്ഞിപ്പാലം മലബാർ ആശുപത്രിയിൽ കഴിഞ്ഞൊരു 2-2.5 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ഈ കിഡ്നി സ്പെഷ്യലിസ്റ്റ് ആവണം എന്നുള്ള ഡിസിഷൻ എങ്ങനെയായിരുന്നു വന്നത്? ആദ്യം ഡോക്ടർ ആവണമെന്നുള്ളൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ MBBS കാലഘട്ടത്തിലും അതിനെ തുടർന്നുള്ള ഹൗസ് സർജൻസിയുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വാർഡിൽ കണ്ട പേഷ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പേഷ്യൻ്റ് കാറ്റഗറി എന്ന് പറയുന്ന കിഡ്നി രോഗികളാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. ബാക്കി എല്ലാ രോഗങ്ങൾക്കും ഒരു ബേസിക് സപ്പോർട്ടോടുകൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഒരു ലോങ് ടേം ത്രൂ ഔട്ട് ലൈഫ് ലോങ് സപ്പോർട്ട് വേണം. അതിനൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, ശരിക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ഡോക്ടർ, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ കിഡ്നി ഡിസീസ് മാനേജ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ കുറച്ച് സ്കിൽസ് വേണം, കുറച്ച് സ്കിൽ സെറ്റ്സ് വേണം. ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എനിക്ക് അന്ന് മുതലേ ആ പ്രൊസീജിയേഴ്സിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഐ തോട്ട് ഐ വിൽ ട്രെയിൻ ഇൻ ദാറ്റ് ഫീൽഡ്. അതെ.